السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, റമളാൻ മുന്നൊരുക്കം എന്ന പരമ്പരയിലെ രണ്ടാമത്തെ വിഷയം നോമ്പിന്റെ വിശേഷണങ്ങൾ, ശ്രേഷ്ഠതകൾ, അത് സംബന്ധമായിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ ഫളിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ടത് സൗമാണ് എന്ന് പറയും. കാരണം ഫളിൽ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും വളരെയധികം മികച്ചു നിൽക്കുന്നതാണ് നോമ്പെന്ന് പറയുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കി വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ നോക്കുമ്പോൾ വളരെ വലുതുമാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫുൽ ഹസനതു അശറതു അംസാലിഹാ ഇലാ 700 ളഅഫ്. ഖാല അല്ലാഹു തആല ഇല്ല الصوم فإنه لي وأنا أجزي به يدعو طعامه وشهوته من أجلي للصائم فرحتان فرحة عند فطره وفرحة عند لقاء ربه ولخلوف ففي الصائم أطيب عند الله من ريح المسك الصوم جنة متفق عليه. ആദം സന്തതികളുടെ എല്ലാവിധ അമലുകളും ഒരു നന്മക്ക് 10 പ്രതിഫലം എന്ന നിലയ്ക്ക് ഇരട്ടിപ്പിക്കപ്പെടും. അങ്ങനെ ഇരട്ടിച്ച് ഒരുപക്ഷെ അത് 700 ഡബിൾ വരെ പോയേക്കാം. എന്നാൽ ഏതെല്ലാം ഇരട്ടിപ്പിക്കൽ നടന്നാലും നോമ്പ് അതിൽ നിന്നും ഭിന്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും. കാരണം യദഉ തആമഹു വശഹവതഹു മിൻ അജ്ലി, എന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൻ അവന്റെ വികാരങ്ങളെയും ഭക്ഷണത്തിനെയും ഒക്കെ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് അതിന് സ്പെഷ്യലായ പ്രതിഫലം ഞാൻ തന്നെ നൽകും. മാത്രമല്ല, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരനിക്ക് 2 സന്തോഷം കൂടിയിരിക്കുന്നു. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവന്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ കുളിർമയേകിക്കൊണ്ട് ആ ഭക്ഷണത്തിന്റെ ആദ്യ ഗഡു അങ്ങോട്ട് ചെല്ലുന്ന സമയത്തുള്ള ഒരു സന്തോഷം, ആ ഒരു സന്തോഷം വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, പട്ടിണിപ്പാവങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ഭക്ഷണത്തിന്റെ തുട്ട് കിട്ടുമ്പോൾ അവർ എത്രമാത്രം സന്തോഷിക്കുമോ ആ ഒരു സന്തോഷം പോലെയുള്ള സന്തോഷമായിരിക്കും ഒരു ദിവസത്തിലെ പകുതി സമയത്തോളം അവൻ ഭക്ഷണമൊന്നുമില്ലാതെ ഇരിക്കുകയും പിന്നീട് ആ സമയത്ത് ഭക്ഷണം കിട്ടുകയും ചെയ്യുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന സന്തോഷം. ആ ഒരു സന്തോഷം വളരെയധികം വിലപിടിപ്പുള്ളതാണ്. വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, മറ്റൊരു സന്തോഷം അവന്റെ റബ്ബിനെ കണ്ടെത്തിക്കുന്ന സമയത്തുമാണ്. വലഖലൂഫു മിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരന്റെ വായക്കുള്ള വാസന അത് വളരെ ദുർഗന്ധമായി പുറത്തേക്ക് അടിക്കുമെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ആ വാസന, അത് മിസ്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ സുഗന്ധമുണ്ട്, അതിന്റെ വാസനയെക്കാളും ഏറ്റവും അധികം പവറുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കൽ. അസ്സൗമു ജുന്ന, നോമ്പെന്ന് പറയുന്ന ഒരു കവചമാണ്, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു കവചമാണ് നോമ്പെന്ന് പറയുന്നത് എന്ന് മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നതായി കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് ഒരു പ്രത്യേകമായ വിശേഷണം, മറ്റ് അമലുകൾക്കൊന്നും ഇല്ലാത്ത വിശേഷണങ്ങൾ ചാർത്തിയിട്ടാണ് നോമ്പിനെ പരിചയപ്പെടുത്തിയത്. എന്താണ് അതിന് കാരണം? മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്നത് കാണാം. മഹാനായ ഇസ്ഹാഖ് ഇബ്നു അയ്യൂബ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും എനിക്കുള്ളതാണ്, അവനിക്കുള്ളതാണ്, നോമ്പ് ഒഴികെ അത് എനിക്കുള്ളതുമാണ് എന്ന് അല്ലാഹു പ്രത്യേകമായി പറയാൻ എന്താ കാരണമെന്നതിനെ കുറിച്ച് മഹാനായ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇത് വളരെയധികം അർത്ഥഗർഭമായ, വളരെയധികം വിധിസമ്പൂർണമായ, യുക്തിപരമായ ഹദീസാണ് എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹം ഉദ്ധരിക്കുന്നത്, ഇദാ കാന യൗമുൽ ഖിയാമത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് യുഹാസിബുല്ലാഹു അബ്ദഹു, അവന്റെ അടിമയെ അല്ലാഹു ഹിസാബ് നടത്തും. യുഅദ്ദി മാ അലൈഹി മിനൽ മളാലിം, അവന്റെ വക്കൽ നിന്നുള്ള അക്രമപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിതരണം ചെയ്യും. അതായത് പാവപ്പെട്ടവനെ
വലിയ ശക്തവാനായ ഒരാൾ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാവപ്പെട്ടവനിക്ക് ആക്രമിച്ച ആളുടെ അമലെടുത്തു കണ്ടാണ് ഹിസാബ് നടത്തല്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അമലുകൾ കൊടുക്കും. അതൊക്കെ കൊടുക്കല് അവൻ ചെയ്ത അമലുകളിൽ നിന്നാണ്. മിൻ സായിരി അമലിഹി, അവന്റെ മറ്റേ അമലുകൾ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ടവനെ ആയിരുന്ന ആളുകൾക്ക് ആ അടികൊണ്ടവനുക്കും ഇടികൊണ്ടവനുക്കും ഒക്കെ ഇവൻ കൊടുക്കല്. പ്രയാസങ്ങൾ സഹിച്ച ആൾക്ക് പ്രയാസപ്പെടുത്തിയവന്റെ വക്കൽ നിന്നൊക്കെ അമലുകൾ വാങ്ങിക്കൊടുക്കല്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹത്താലായബക്ക നോമ്പിന് അള്ളാഹു അവിടെ നിർത്തും, അതിന് തൊട്ടുകളിക്കൂല. എന്നിട്ട് ഫയതഹമ്മലുല്ലാഹു തആല മാ ബഖിയ അലൈഹി മിനൽ മളാലിം, ഓരോരുത്തരും അക്രമിയായിട്ട് ഒരാളാണ് നീങ്ങിയിട്ടെങ്കിൽ പിന്നെ അക്രമിച്ചതിന് പരിധി ഉണ്ടാവില്ല. അവന്റെ അമല് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലും ബാലൻസ് ആയിരിക്കും. ഇനി എത്രയോ അക്രമത്തിന്റെ ഫലം കൊടുക്കാൻ ബാലൻസ് ആയി കിടക്കുകയായിരിക്കും. അപ്പൊ അവൻ മുഫ്ലിസായി കിടക്കുന്ന സമയത്ത് അവന്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും. ഇനി കൊടുക്കാനുള്ളതൊക്കെ അള്ളാഹു ഏറ്റെടുക്കും. എന്നിട്ട് യുദ്ഖിലുഹു ബിസ്സൗമി അൽ ജന്ന, അവന്റെ നോമ്പ് മാത്രം പരിഗണിച്ചുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്തും. ഇതാണ് ആ പറഞ്ഞ ഹദീസിന്റെ ഒരു വ്യാഖ്യാനമെന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നത് നല്ല കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളത് തന്നെയാണ്, ഓൻ തന്നെയാണ് പ്രതിഫലം കൊടുക്കുന്നതും. എന്നാൽ അള്ളാഹു ഇങ്ങനെ പ്രത്യേകമായി പറയാൻ കാരണം ഈ നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പക്കൽ നിന്നും നാവിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയോ വെളിവായി കാണൂല. അങ്ങനെ കാണുമെങ്കിൽ അവനെ ഓരോ മനുഷ്യനെയും ഓരോ ദിവസവും നിരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഹഫളത്തിന്റെ മലക്കുകളുണ്ട്, അവരെല്ലാം എഴുതി വെക്കും. വാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എഴുതി വെക്കും. അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട് എല്ലാം ചെയ്താൽ അതും എഴുതി വെക്കും. അതൊക്കെ ഇങ്ങനെ കാണുന്നതാണല്ലോ, മലക്കുകൾക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ നോക്കിയാൽ കാണും, അല്ലെങ്കിൽ കേട്ടാൽ പറ്റും. എന്നാൽ ഇവ ആണെങ്കിലും ശരി, ഇന്നമാഹുവ നിയ്യത്തുൽ ഖൽബി, എന്നാൽ നോമ്പെന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുള്ള ഒരു നിയ്യത്ത് കൊണ്ടുണ്ടാകുന്നതാണ്. മനുഷ്യനൊരാളെ മനസ്സിൽ കരുതിയ ആ ഒരു ഉറപ്പും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇംസാകുൻ ഹർക്കത്തിൽ മത്ആമി വൽ മശ്റബി, രുചികരമായ സാധനങ്ങൾ ഭക്ഷിക്കുവാനും അതുപോലെ ഭക്ഷിക്കാനുമുള്ള എല്ലാവിധ മനുഷ്യന്റെ വികാര ചലനങ്ങളിൽ നിന്നും അവനെ പിടിച്ചു നിർത്തുന്നതുമാണത്. അതുകൊണ്ട് യഖൂൽ, അള്ളാഹു പറയുന്നു, ഫഅന അതവല്ല ജസാഅഹു, അതിന്റെയൊക്കെ പ്രതിഫലം ഞാൻ ഏറ്റെടുക്കും. അലാമാ ഉഹിബ്ബു മിനത്ത് തളഈഫ്, അതിന്റെ ഡബിളുകൾ എത്രയാണോ കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കും. അതിന് പ്രത്യേകമായ സാധാരണ പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യമൊന്നുമല്ല ഉള്ളത്. അത് കാരണം ഒരു സ്വകാര്യമായ സംഭവമാണ്. മലക്കുകൾക്ക് എഴുതി വെക്കാനും കിട്ടൂല, നോമ്പൊന്നും എഴുതി വെച്ചത് അവിടെ കാണൂല. അപ്പോ എഴുതി വെക്കാത്തതിനൊക്കെ പകരമായിട്ട് എന്റെ വക്കിൽ നിന്നാണ് കൊടുക്കുമ്പോൾ ലൈസ അലയ കിതാബുൻ, അതുപോലെ എന്റെ അടുക്കൽ ഇങ്ങനെ കിതാബൊന്നും എഴുതുന്ന പരിപാടിയില്ലല്ലോ. അതുകൊണ്ട് എഴുതി വെക്കല മാറ്ററുകളൊന്നും കാണൂല, അത് ഞാനൊരു കൊടുക്കലാണ് കൊടുക്കും. എഴുതി വെച്ചാലല്ലേ ആ കണക്കിന് കൊടുക്കാന്നുള്ളത്. എഴുതി വെക്കാത്ത ഒരാള് പൈസ കടം വീട്ടാണെങ്കിൽ എന്താണ്, ആ ഉണ്ടാകുന്ന കണക്കിനേക്കാളും കൂടുതലാക്കിയിട്ടാണ് കൊടുക്കലാണല്ലോ സാധാരണ പതിവ്. അപ്പൊ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ളതായ പ്രത്യേകമായ ആനുകൂല്യമാവുമ്പോൾ അതിന് പരിധി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു കൊടുക്കൽ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാൻ കഴിയും. അതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പുകാരനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഡോറാണുള്ളത്. സ്വർഗത്തിനിക്ക് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളിൽ നിന്ന് ഒന്നിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ റയ്യാൻ എന്ന വാതിൽ സ്പെഷ്യലൈസ്ഡാണ് നോമ്പുകാർക്ക് മാത്രം എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉമ്മു അമാറ ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ വളരെ അവർക്ക് ആഘോഷമാണല്ലോ. അങ്ങനെ അപ്പോൾ തന്നെ അവർ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളും തിന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത് ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി സ്വായിമത്തുൻ, ഞാൻ നോമ്പുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പുള്ള ആള് അവന്റെ വക്കൽ നിന്ന് വല്ലവനും തിന്നാൽ അവനിക്കും കൂടി അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള സ്വലാത്ത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ നോമ്പുകാരന്റെ സാന്നിധ്യം തന്നെ വളരെ മഹത്താണ്, വളരെ ഫളലുള്ളതാണ് എന്നാണ് ഇതിൽ നിന്നും ഈ ഹദീസിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി നാസ്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലെ ഗദാ നീ ഉച്ചഭക്ഷണത്തിന് വാ എന്ന് പറഞ്ഞപ്പോൾ ഇന്നി സ്വായിമുൻ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅ്കുലു റിസ്ഖന
ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ തിന്ന് തീർക്കുകയാണ്. ബിലാലിന്റെ ഭക്ഷണമാണെങ്കിലോ ഫിൽ ജന്ന, സ്വർഗത്തിലുമാണ്. അഥവാ സ്വർഗത്തിൽ ഭക്ഷണം കിട്ടാനുള്ള ഏർപ്പാടിലാണ് ഓനുള്ളത്. നമ്മള് ഇതാ ഇവിടുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവരെ പുകഴ്ത്തിയിട്ട് ആ നോമ്പുകാരനിക്കുള്ള പ്രോത്സാഹനം നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ബിലാലിനോട് പറയാണ്, ബിലാലെ നിനക്കറിയുമോ, നോമ്പുകാരന്റെ എല്ലുകൾ അവനിക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. മാത്രമല്ല അവൻ നോമ്പുകാരനായിരിക്കുന്ന സമയത്തൊക്കെ മലക്കുകൾ അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടും ഇരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറഞ്ഞതായ ഹദീസിൽ കാണാൻ കഴിയും. അബി ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എനിക്ക് നല്ലൊരു അമല് പഠിപ്പിച്ചു തരുന്ന നബിയെ എന്ന് ചോദിച്ചപ്പോൾ അലൈക ബിസ്സൗം, നീ നോമ്പ് നോറ്റോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇന്നഹു ലാ അദല ലഹു, ആ നോമ്പിനോട് കിടപിടിക്കുന്ന മറ്റൊരു അമലുമില്ല എന്നാണ് അവർക്ക് വിശദീകരണമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ 7 തരമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. 2 തരം അമലുകൾ മൂജബാനി, 2 നിർബന്ധമായ വിഷയങ്ങളാണ്. ആ 2 അമലുകൾ അതുപോലെ അതിനോട് സമാനമായ രീതിയിലാണ്. മറ്റുള്ള അമലുകളെല്ലാം അതിന്റെ 10 ഡബിളായിട്ട് കൊടുക്കും. കുറച്ച് അമലുകൾ അതിന്റെ 700 ഡബിളായിട്ട് കൊടുക്കും. മറ്റ് ചില അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ അതിന്റെ പ്രതിഫലങ്ങൾ അറിയുകയില്ല. ഈ രീതിയിലാണ് അള്ളാഹു അമലുകൾക്കുള്ള പ്രതിഫലം കരുതി വെച്ചിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ നിർബന്ധമായും അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞത് എന്താണ്? മൻ ലഖിയല്ലാഹ ബിഅബ്ദിഹി മുഖ്ലിസൻ ലാ യുശ്രികു ബിഹി ശൈഅൻ വജബത് ലഹുൽ ജന്ന. ഒരാൾ അള്ളാഹുവിന് പ്രത്യേകമായി ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിയാൽ, അവന് ശിർക്ക് വെക്കാതെ മുവഹിദായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിയാൽ അവൻ സ്വർഗം നിർബന്ധമാക്കിയവനായി. അതേസമയം മുവഹിദല്ലാതെ ശിർക്ക് കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിച്ചാൽ അവൻ നരകത്തിന്റെ നിർബന്ധമാക്കിയവനുമായി. ഇങ്ങനെ 2 മൂജബാത്തുകൾ, 2 മൂജിബാനുകൾ, 2ഉം നിർബന്ധമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. അള്ളാഹുവിനെ തൗഹീദാക്കി മരിച്ചുപോയാൽ അവനക്ക് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹുവിന് ശിർക്ക് വെച്ച് അതേ രീതിയിൽ മരിച്ചുപോയാൽ അവനക്ക് നരകം നിർബന്ധമാണ്. എന്നാൽ ഒരാൾ ഒരു ചീത്തയായ കാര്യങ്ങൾ ചെയ്താൽ അതിനക്ക് തുല്യമായ പ്രതിഫലമാണ്. അപ്പൊ ചില അമലുകൾ അതിന് സമാനമാണ് എന്ന് പറഞ്ഞത്, ചീത്തയായ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ആ ചീത്തയേക്കാളും കൂടുതൽ ഡബിളുകളൊന്നും കൊടുക്കൂല. ഒരു ചീത്തക്ക് ഒരു ചീത്ത പ്രതിഫലമാണ് ഉണ്ടാവുക. എന്നാൽ ചില കാര്യങ്ങൾ എന്താണ്, ഒരാൾ നല്ലൊരു കാര്യം ചെയ്യാൻ കരുതിയേ ചെയ്തില്ല, എന്നാൽ തന്നെയും അതിന്റെ മിഥിലായിട്ട് പ്രതിഫലം അള്ളാഹു കൊടുക്കും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ചെയ്തിൽ കാണാൻ കഴിയും. അതുപോലെ ഒരാൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ചിലതിന് 10 ഡബിളാണ് പ്രതിഫലം കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അതാണ് അള്ളാഹു സാധാരണഗതിയിൽ ഒരു അമൽ ചെയ്താൽ അവനിക്ക് 10 പ്രതിഫലം കൊടുക്കും. ഒരാൾ അള്ളാഹുവിന്റെ വഴിയിലായിട്ട് അവന്റെ സമ്പത്തിനെ ചെലവഴിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചെലവുകൾ 70 ഡബിളായിട്ട് അതിന്റെ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകും എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ അള്ളാഹു ഇങ്ങനെയുള്ള ഒരു മിഥിലും സമാനമായതൊന്നും നിശ്ചയിക്കാത്ത ഒരമലുണ്ട്. അതെന്താണ്? അത് നോമ്പ് മാത്രമാണ്. വസ്സിയാമു ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ലാ യഅലമു സവാബ അമലിഹി ഇല്ലല്ലാഹു തആല, അതിന്റെ പ്രതിഫലത്തിന്റെ തോത് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. അതാണ് അതിന്റെ മഹത്വം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരടിമയായ ഒരു മനുഷ്യൻ നോമ്പുകാരനായി പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കും. മാത്രമല്ല അവന്റെ അംഗങ്ങൾ മുഴുവനും അവനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലും. ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും ആ മനുഷ്യനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അവൻ 2 റക്അത്ത് നിസ്കരിക്കൂടി ചെയ്താൽ അവനിക്ക് ആകാശത്തിന്റെ ഉള്ളിലുള്ള ആകാശ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും പ്രകാശത്താൽ തിളങ്ങും. ആ സമയത്ത് അവന്റെ ഹൂറുല്ലീനുകളിൽപ്പെട്ട ഭാര്യമാര് പറയും, ഈ മനുഷ്യൻ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നണയുക എന്ന് അവരിങ്ങനെ ആശിച്ചുകൊണ്ടിരിക്കും. ആ മനുഷ്യനെ കാണാൻ വേണ്ടി അവർക്ക് സ്വർഗത്തിൽ നോമിനേറ്റ് ചെയ്ത് വെക്കപ്പെട്ട ഹൂറുല്ലീനുകൾ ആ മനുഷ്യൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്ന് കൊതിച്ചുകൊണ്ടിരിക്കും. ഇനി അവന് കുറച്ച് തഹ്ലീലും തസ്ബീഹും തക്ബീറൊക്കെ ചെല്ലുകയും ചെയ്താൽ അവന് ആ കാര്യങ്ങളെല്ലാം 70
1000 മലക്കുകൾ അതിനെ ഏറ്റെടുക്കുകയും അതിന്റെ പ്രതിഫലം മുഴുവനും ആ മലക്കുകൾ എഴുതി വെക്കുകയും ചെയ്യും എന്ന് മഹാനായ ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം 3 പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. ഒന്ന് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണത്, മറ്റൊന്ന് യാത്രക്കാരന്റെ പ്രാർത്ഥന, മറ്റൊന്ന് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഇങ്ങനെ 3 തരം പ്രാർത്ഥനകൾ യാതൊരു മറയുമില്ലാതെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പ്രതീക്ഷിക്കപ്പെടുന്നതാണ് എന്ന്. അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണ് നോമ്പുകാരനിക്കുള്ള ദുആ. അപ്പൊ നോമ്പുകാരനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യലും ദ്വാരപ്പിക്കലും ഒക്കെ നല്ല കാര്യമാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്നത് വൈകാരികമായി തള്ളിക്കയറ്റമുള്ള ആൾക്ക് സാമ്പത്തികമായി ശാരീരികമായൊക്കെ നോമ്പ് നോൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, വൈവാഹികമായി ബന്ധപ്പെടാനുള്ള ശേഷിയില്ലാത്ത ആളുകൾക്ക് അഥവാ ശാരീരികമായ ശേഷിയുണ്ട്, അവനിക്ക് ഒരു ഭാര്യയെ പുലർത്താനുള്ള കഴിവില്ല, അങ്ങനത്തെ ആളുകളോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ നോമ്പ് നോറ്റിട്ട് നിങ്ങളുടെ വികാരത്തിനെ നിങ്ങൾ ശമിപ്പിക്കണം എന്നാണ്. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് എല്ലാ നിലക്കുമുള്ള ഒരു പരിചയമാണ്, കവചമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസിൽ. നോമ്പ് നോറ്റ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിന് പരിധിയില്ല എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്. മാമിൻ അബദി യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനുമില്ല, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 ഖരീഫ അകലത്തിലേക്ക് നരകത്തിന് തൊട്ട് അവന്റെ ശരീരത്തിനെ അള്ളാഹു അകറ്റി നിർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. നോമ്പുകാരനാണ് ആളപ്പം നല്ല പവറുള്ള ഒരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ നോമ്പുകാരനാണെങ്കിൽ അവൻ അവിവേകമായി ഒന്നും ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അവനോട് അക്രമത്തിന് വന്നാൽ അല്ലെങ്കിൽ അവനെ ചീത്ത പറഞ്ഞാൽ അവൻ പറയേണ്ടത് ഒരൊറ്റ മുദ്രാവാക്യമാണ്, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന ഒരൊറ്റ മുദ്രാവാക്യം പറയുക എന്നാണ് അഖ്റജഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഇത് കാണാൻ കഴിയും. ഒരു മജൂസിയ മനുഷ്യൻ റമളാനിൽ തന്റെ മകൻ അങ്ങാടിയിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ മജൂസിക്ക് ദേഷ്യം പിടിച്ചു. മജൂസി ആ മകനെ അടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണോ നീ മുസ്ലിങ്ങളുടെ ഹുർമത്ത് പാലിക്കാത്തത്? മുസ്ലിങ്ങൾക്ക് നോമ്പുള്ള കാലമല്ലേ, പരസ്യമായി നോമ്പനുഷ്ഠിക്കുന്ന അവരുടെ മുമ്പിലൂടെ നീ പരസ്യമായി ഭക്ഷണം കഴിച്ചു നടന്നാൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മജൂസിയായ അഗ്നി ആരാധകനായ ഒരു മനുഷ്യൻ അന്ന് റമളാനിന്റെ പകലിൽ അങ്ങാടിയിലൂടെ ഭക്ഷണം കഴിച്ചു നടന്ന തന്റെ മകനെ അടിച്ചു. അങ്ങനെ ആ മജൂസി മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രഗത്ഭനായ ആലിം സ്വപ്നത്തിൽ, ഒരു പണ്ഡിതൻ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം വളരെ സ്വർഗത്തിൽ വലിയ ഇസ്സത്തിന്റെ ഒരു കട്ടിലിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, നീ ഇന്ന മജൂസിയല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, ഞാൻ മജൂസിയായിരുന്നു, പക്ഷേ ഞാൻ മരണത്തിന്റെ സമയത്ത് ഒരു വിളിയാളം കേൾക്കുകയും ആ സമയത്ത് മലക്കുകളോട് വിളിച്ചു പറയുന്നുണ്ട്, യാ മലായികത്തി ലാ തത്റുഖൂഹു മജൂസിയ, മലക്കുകളെ ആ മനുഷ്യനെ മജൂസിയായി ഉപേക്ഷിക്കരുത്. ഫാക്രിമൂഹു ബിൽ ഇസ്ലാം, അദ്ദേഹത്തിന് ഇസ്ലാം നൽകി നിങ്ങൾ ആദരിക്കണം. ബിഹുർമത്തിഹി റമളാൻ, റമളാനിനെ അവൻ ആദരിച്ചതുകൊണ്ട് അവനക്ക് ആ പവർ നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുഅ്മിനായി മരണപ്പെട്ടതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ സ്വർഗത്തിലെ ഈ കട്ടിലൊക്കെ കിട്ടാൻ കാരണമെന്ന് ആ മജൂസി പറഞ്ഞു എന്ന് മഹാനായ പണ്ഡിതന്മാർ ദഖാറുൽ ഇഖ്വാനിൽ 8ാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രാധാന്യവും പവിത്രതയുമാണ് ഈ നോമ്പിനുള്ളത്, റമളാൻ നോമ്പിന് പ്രത്യേകിച്ചുമുള്ളത്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നാട്ടില് മുഹമ്മദ് എന്ന പേരിലുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തീരെ നിസ്കരിക്കൂല. അതേസമയം റമളാൻ മാസം വന്നാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില കാക്കമാരൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ഒരു ഉഷാറുള്ള ഒരു കൂട്ട് വസ്ത്രം, വെള്ള വസ്ത്രമൊക്കെ വാങ്ങിയിട്ട് നല്ല സുഗന്ധമൊക്കെ പൂശിയിട്ട് രാത്രിയിലൊക്കെ പകലിന് നല്ല റാഹത്തോടുകൂടെ നോമ്പ് നോറ്റ് ജോലിക്കൊന്നും പോകില്ല. അതിന് മുമ്പൊക്കെ ജോലി ചെയ്താൽ മതി, റമളാനിൽ ഇബാദത്തിനുള്ള മാസമാണെന്ന് കരുതികാണ്ട് ചിലർ പോകുമല്ലോ. എന്നതുപോലെ റമളാനിനെ ആദരിച്ചുകൊണ്ട് അവനെ ആ മാസം സജീവമായി നോമ്പ് നിസ്കാരാദി കാര്യങ്ങളും അതുപോലെ കഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ കളാവ് കിട്ടും. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താണ് ഇപ്പൊ ഈ 11 മാസം കൊട്ടാതെ അപ്പൊ ഒറ്റ മാസത്തിൽ മാത്രത്തൊക്കെ ഒന്നായിട്ട് കൊട്ടണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങനെ മാറി നിൽക്കും, ഇത് തൗബയുടെയും റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും ഒക്കെ മാസമല്ലേ. ഈ മാസത്തിനെ ആദരിച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ അമൽ ചെയ്താൽ അള്ളാഹു അതിന്റെ മഹത്വം കൊണ്ട് എന്നെ പരിഗണിക്കുവാനും എന്റെ ദോഷങ്ങൾ പുറത്തു തരാനും എനിക്ക് രക്ഷാകവചങ്ങൾ ഒരുക്കാനും കാരണമാവുമല്ലോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു ചോദിക്കുന്നവരോടൊക്കെ. എന്താ നിങ്ങളിപ്പോ പള്ളി കാണുന്നത് നമ്മൾ ചില ആളോട് ചോദിക്കുമല്ലോ, റമളാനിൽ മാത്രം സ്പെഷ്യലി
RSP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടല്ലോ, റമദാൻ സ്പെഷ്യൽ പാർട്ടി. അവരോട് ചോദിക്കുമ്പോൾ ചിലർ മറുപടി അങ്ങനെ പറയല്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ചില പണ്ഡിതന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്, അള്ളാഹു നിന്നെ കൊണ്ട് എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റമളാൻ ഷരീഫിന്റെ ആ മഹത്വം ആദരിച്ചതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരികയും എനിക്ക് പരലോക മോക്ഷം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്ന് ദഖായിറുൽ ഇഖ്വാനിൽ 8ാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പൊ റമളാനിന്റെ മഹത്വം, അതിനാദരിച്ചവർക്ക് കിട്ടുന്ന പുണ്യം വളരെ വലുതാണ് എന്ന് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.